ഹലോ അസ്സലാമു അലൈക്കും. സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. ഇന്നത്തേത് നമ്മുടെ ലാസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണേ. ഇന്ന് എന്തായാലും പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങണമെന്ന് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്തും അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച തന്നെയായിരിക്കും പെരുന്നാളെന്ന് എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നേ, ചുമ്മാ തള്ളുന്നതൊന്നും അല്ല കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ ഉറപ്പായിട്ടൊന്ന് പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് നമസ്കരിച്ചതിന് ശേഷം ഒരു ലിസ്റ്റ് എഴുതാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ വാങ്ങിക്കണമെന്നുള്ള ലിസ്റ്റ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട്, അതായത് ഷോപ്പിൽ ചെന്നിട്ട് ആകെ കിളി പറന്ന് നിൽക്കുകയെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ലിസ്റ്റ് ചെയ്ത് തന്നെ രാവിലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ ഷോപ്പിലും എന്തൊക്കെയാണ് മേടിക്കേണ്ടത്, എവിടേക്കാണ് ഇറങ്ങേണ്ടതെന്ന്. ഹീസുട്ടിനെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം വാങ്ങിയിട്ട് ഇറങ്ങണമെന്നുള്ള രീതിയിൽ ലിസ്റ്റൊക്കെ ചെയ്തിട്ട് നിൽക്കുകയായിരുന്നേ. ഇപ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടമാണ് ഹീസുട്ടൻ്റെ ഫീഡിങ് നിർത്തൽ കേട്ടോ. ഇന്നും 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇടവിട്ട് ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് എഴുന്നേറ്റ് കരച്ചിലായിരുന്നേ. കണ്ണടച്ച് തന്നെയാണ് കരയുന്നത്. കരഞ്ഞിട്ട് സങ്കടം വന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് ലാസ്റ്റ് അങ്ങ് ഉറങ്ങുകയെ. ആളിപ്പോൾ ചോദിക്കാറൊന്നുമില്ല. ആ ഒരു ഫേസാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം. കാരണം ആൾ ചോദിക്കാതെ തന്നെ കരഞ്ഞ് സങ്കടം ഉള്ളിൽ അടക്കി പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉറങ്ങുന്നത്. അതെനിക്ക് വല്ലാത്തൊരു മനസ്സിലൊരു കല്ല് വെച്ച മാതിരിയുള്ളൊരു ഭാരമാണ് തോന്നുന്നത്. എന്നെങ്കിലും ഹീസുട്ടൻ ഈ ഒരു വീഡിയോ കാണണം, വലുതായി കഴിഞ്ഞാൽ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ കാണുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ഒരു വിഷമമൊക്കെ അവന് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടാണ് ഈ ഒരു ഫേസിലൂടെ ഉമ്മ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് വിഷമമായിരുന്നു, ഇന്നത്തെക്കാളും സങ്കടമായിരുന്നു. കാരണം ഇന്നത്തെ കരച്ചിൽ അങ്ങനെയായിരുന്നു കേട്ടോ അവന്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് അവൻ തന്നെ തനിയെ അങ്ങ് ആശ്വസിച്ച് അടക്കി പിടിച്ച് ആ ഒരു കരച്ചിലൊക്കെ അടക്കി പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചങ്ങ് ഉറങ്ങുകയെ. അത് കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഈ ഒരു ഫേസ് കടന്നു കിട്ടാനായിട്ട് നല്ല പാടാണ്. എന്നാലും ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഒരു ഫേസ് നമുക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഓക്കെ ആവും. അതെല്ലാ അമ്മമാരും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ആവുമായിരിക്കും. കരഞ്ഞ് ഉറങ്ങിയതുകൊണ്ടൊരു 10 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ ഹീസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. നല്ലോണം കരച്ചിലായിരുന്നു. നല്ല രാത്രിയിൽ ഫുള്ള് ഉറക്കം കിട്ടാതെയുള്ള കരച്ചിലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആൾ ഒരു 9-10 മണിയോളം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് 4 സൈഡും കിടന്ന് കളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കരഞ്ഞിട്ടൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഫുള്ള് ത്രൂ ഔട്ട് കരച്ചിലായിരിക്കുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ എഴുന്നേറ്റ സമയത്ത് തന്നെ ഓക്കെ ആയിരുന്നേ. അൽഹംദുലില്ലാ. അങ്ങനെ കുറച്ച് നേരമൊക്കെ 4 സൈഡും ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. പച്ചക്കറി വണ്ടി വരുന്ന സമയത്ത് ഹീസുട്ടിന് ഭയങ്കര സന്തോഷമാണ്. അത് കാണാനും നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സാധനങ്ങളും എടുത്തിട്ട് കാര്യം പറിച്ചിലും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഹീസുട്ടന് സ്നാക്കായിട്ടൊരു പഴമൊക്കെ കൊടുത്തിട്ട് ദേഹമൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ തന്നെ നമ്മുടെ ഓട്ടോ മാമയെ വിളിച്ചിട്ട് കല്ലറ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തലേ ദിവസം, അതായത് വ്യാഴാഴ്ച എനിക്ക് ഒരു 90% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വെള്ളിയാഴ്ച തന്നെയായിരിക്കും പെരുന്നാളെന്ന്. എന്തോ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. വെറുതെ തള്ളുന്നതല്ല കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹീസുട്ടിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിൽ വന്നിട്ട് അവിടെ നിന്നും കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഹീസുട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മുങ്ങലായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഓടി വന്ന സമയത്ത് ഭയങ്കര കാര്യമായിരുന്നു. കുറേ നേരം അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒക്കെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ കാണാതെയും കൂടി ഇരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സങ്കടമാണ് അവന്. അതുകൊണ്ട് തന്നെ കുറേ നേരം എന്നെ കണ്ട സമയത്തൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിപ്പിച്ച് പിന്നെ ഹൈഡിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പതുക്കെ അവൻ്റെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നോർമൽ ബ്രൗൺ റൈസ് എന്തെങ്കിലും ഇതേപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഗീയിലൊന്ന് വാട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ലിസ്റ്റൊക്കെ ചെയ്തിട്ട് പോയത് കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഹേസൂട്ടന് ചോറൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴേക്കും ഉമ്മച്ചി ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ നാളെ തന്നെയായിരിക്കും പെരുന്നാളെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മച്ചി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും പെരുന്നാൾ. ഉമ്മച്ചി നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേപോലെ ബീഫും നമ്മൾ മസാലയൊക്കെ പുരട്ടി ദം ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് അതും മാരിനേറ്റൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലഗോൺ ചിക്കനാണ്, നമ്മുടെ നാടൻ ചിക്കനാണ്. അങ്ങനെ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. വാപ്പച്ചി ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ അയല കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും റെഡിയാണ്. പിന്നെ തരിയാച്ചീത് ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ ഉള്ളത്. അങ്ങനെ ഹേസൂട്ടൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് നല്ലോണം ക്ഷീണം ഉണ്ടായിരുന്നേ. അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ചതിനൊക്കെ ശേഷം തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ സമയത്ത് വാപ്പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയും മുളകൊക്കെ ഉണങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് പൊടിപ്പിക്കാനായിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ആ ഒരു മയക്കം അങ്ങോട്ട് വിട്ടിട്ടില്ല. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എങ്ങാണ്ടേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോമ്പൊക്കെ തുറന്നതിന് ശേഷം സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത സമയത്ത് ഹേസൂട്ടൻ ഓട്ടോ ആയിരുന്നു, ബഹളമായിരുന്നേ. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു ആൾ. പിന്നെ ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ തുറന്നിട്ട് കുളിപ്പിക്കാമെന്ന്, കാരണം ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വാപ്പച്ചി ഉമ്മച്ചി കുളിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാൻ തന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കരയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നോമ്പൊക്കെ തുറന്നിട്ട് കുളിപ്പിക്കാമെന്നേ. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. മുടി എന്തായാലും വെട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സൈഡിലൊക്കെ വലുതായിട്ടൊന്നും ഹെയർ ഗ്രോത്ത് ഇല്ല കേട്ടോ. ഞാനിങ്ങനെ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചിയും വാപ്പച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുതായിട്ട് വളർന്നിട്ടില്ല, വെറുതെ എന്തിനാണ് കൊണ്ടുവന്ന് വെട്ടുന്നത്, അപ്പാച്ചി കട്ടും കൂടിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലും അങ്ങനെ വലുതായിട്ട് ഹെയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉമ്മച്ചി വാപ്പച്ചി പറഞ്ഞ് കുറച്ചൊന്ന് കഴിയട്ടേനെ, അതുമല്ല വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തല നനച്ചിട്ടുണ്ട്. ലാസ്റ്റ് എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ വലിയ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ. വാപ്പച്ചിയും ഉമ്മച്ചിയും ഞാനും ഹേസൂട്ടനും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം റെഡിയാക്കി ടേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു റമദാനിലെ അവസാനത്തെ നോമ്പായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ നമ്മൾ തുറന്നു. അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചതിന് ശേഷം ഹേസൂട്ടനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം കുറേ ദിവസമായി തല നനച്ചിട്ട്, അതുകൊണ്ട് തന്നെ ആൾ വല്ലാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ആളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസൂട്ടന് കുറുക്കൊക്കെ കൊടുത്തുകൊണ്ട് നിന്ന സമയത്ത് പറ മെസ്സേജുകൾ വരക്കുമായിരുന്നു ഗ്രൂപ്പിലൊക്കെ. പിന്നെ വീഡിയോ കോളും ബഹളം തന്നെയായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോഴാണ് കണ്ടോ അങ്ങനെ നാളെ പെരുന്നാളാണെന്ന് മനസ്സിലായത്. അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും വിളിച്ച് സംസാരിക്കുന്നു. പിന്നെ ബഹളമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു റമദാനിൻ്റെ വൈബേ അങ്ങ് മാറിയായിരുന്നു. ഇനി എല്ലാം പെരുന്നാളിൻ്റെ ഒരു വൈബാണ്. ഇത്രയും ദിവസവും നമ്മുടെ ആ ഒരു പോരിശേറിയ ആ ഒരു റമദാനിലെ പ്രത്യേകതകളായിരുന്നു. ഇനി ആ ഒരു പെരുന്നാളിൻ്റെ ആഘോഷവും സന്തോഷമൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു വൈബിലേക്ക് എത്തി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇനി എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ആലോചിച്ചിട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് സന്തോഷമായിരുന്നു കേട്ടോ. ഹേസൂട്ടന് കുറുക്കൊക്കെ കൊടുത്തുകൊണ്ട് നിന്ന സമയത്ത് തന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാൾ നാളെയാണെന്നുള്ള സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു സിമ്പിൾ മൈലാഞ്ചി ഡിസൈൻ കേട്ടോ. അങ്ങനെ ഇട്ട സമയത്ത് ഹേസൂട്ടനെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനൊരു കുഞ്ഞ് ഡിസൈൻ അവനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അത്രയും വൈബോട് കൂടി നല്ലൊരു സന്തോഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ലാസ്റ്റത്തെ നോമ്പിൻ്റെ സീരീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബൈ.